नमः ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 49. കൃഷ്ണൻ ദ്വാരകയിൽ കോട്ട കെട്ടുന്നു. പേജ് നമ്പർ 462. ജരാസന്ധൻ്റെ ഭടന്മാർ മുഴുവൻ വധിക്കപ്പെട്ടു. ജീവനോടെയുള്ളതു ജരാസന്ധൻ മാത്രം. ഈ അവസ്ഥയിൽ അദ്ദേഹം തീർത്തും വിഷണ്ണനായി തീർന്നു. വമ്പിച്ച ബലത്തോടെ ഒരു സിംഹം മറ്റൊരു സിംഹത്തെയെന്ന പോലെ ബലരാമൻ അദ്ദേഹത്തെ പിടിച്ചു നിർത്തി. എന്നാൽ വരുണപാശം കൊണ്ടും സാധാരണ പാശങ്ങൾ കൊണ്ടും ഭഗവാൻ ബലരാമൻ ജരാസന്ധനെ ബന്ധിക്കുമ്പോൾ ഭാവിയിലേക്കു കുറെ കൂടി മഹത്തായ ഒരു പദ്ധതി മനസ്സിൽ കണ്ട ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ മോചിപ്പിച്ചു. ഒരു വലിയ യുദ്ധവീരൻ എന്ന നിലയിൽ ജരാസന്ധൻ തീർത്തും ലജ്ജിതനായി. അതിൻ്റെ ഫലമായി ഇനിമേൽ മഹാരാജാവ് എന്ന നിലയിൽ ജീവിതം തുടരുകയില്ലെന്നും രാജകീയാവസ്ഥയിൽ നിന്നു പിൻവാങ്ങി കഠിന തപോനുഷ്ഠാനങ്ങളോടെ വനവാസം ചെയ്യുമെന്ന് തീർച്ചപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ മറ്റു രാജകീയ സുഹൃത്തുക്കളുമൊത്ത് മടങ്ങുമ്പോൾ ഒരിക്കലും പിൻവാങ്ങരുതെന്നും കൃഷ്ണനുമായി സമീപ ഭാവിയിൽ തന്നെ വീണ്ടും യുദ്ധം ചെയ്യാനായി ശക്തി സംഭരിക്കുകയാണു വേണ്ടതെന്നും സുഹൃത്തുക്കൾ അദ്ദേഹത്തെ ഉപദേശിച്ചു. സാധാരണ നിലയിൽ യദുകുല രാജാക്കന്മാർക്ക് അദ്ദേഹത്തെ തോൽപ്പിക്കാനാവില്ലെന്നും കേവലം നിർഭാഗ്യം കൊണ്ടു മാത്രമാണ് തത്കാലം തോൽപ്പിക്കപ്പെട്ടതെന്നും മറ്റു രാജാക്കന്മാർ ജരാസന്ധനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പോരാട്ടം വീരോചിതമായിരുന്നെന്ന് അവർ പറഞ്ഞു. അതിനാൽ പണ്ടത്തെ അബദ്ധങ്ങളുടെ ഫലമായി തത്കാലം സംഭവിച്ച പരാജയം ഗൗരവമായി കണക്കാക്കേണ്ട ആവശ്യമില്ലെന്നും എന്തൊക്കെയായാലും അദ്ദേഹത്തിൻ്റെ യുദ്ധരീതിയിൽ പോരായ്മകളൊന്നുമുണ്ടായില്ലെന്നും ആ രാജസുഹൃത്തുക്കൾ അറിയിച്ചു. ഇപ്രകാരം സൈന്യം മുഴുവൻ നഷ്ടപ്പെടുകയും ശത്രുക്കളാൽ അപമാനിതനും ബന്ധിതനുമാകുകയും തുടർന്നു മോചിതനാവുകയും ചെയ്ത മഗധാധിപനായ ജരാസന്ധനു സ്വന്തം രാജ്യത്തേക്കു മടങ്ങുകയല്ലാതെ ഗത്യന്തരമൊന്നുമില്ലായിരുന്നു. ഇങ്ങനെ ജരാസന്ധൻ്റെ സൈന്യത്തെ മുഴുവൻ ഭഗവാൻ കൃഷ്ണൻ കീഴടക്കി. ജരാസന്ധൻ്റെ സൈന്യവുമായി താരതമ്യപ്പെടുത്തിയാൽ കൃഷ്ണൻ്റെ സൈന്യം
എത്ര നിസാരം! എന്നിട്ടും അതിൻ്റെ ഒരു നുള്ളുപോലും നഷ്ടപ്പെടാത്തപ്പോൾ ജരാസന്ധൻ്റെ ഭടന്മാർ ഒന്നൊഴിയാതെ വധിക്കപ്പെടുകയാണുണ്ടായത്. ഹരേ കൃഷ്ണ.